അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് എല്ലാ കൂട്ടുകാർക്കും. അപ്പോൾ എങ്ങനെയുണ്ട് പെരുന്നാളൊക്കെ? എല്ലാവരും ഹാപ്പിയായോ? അപ്പോൾ നമ്മളെ ഉമ്മച്ചീനെ ഹാപ്പി ആക്കാനും ഉമ്മച്ചിക്കൊരു മാച്ചൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തിരിച്ചു മറിച്ചൊക്കെ നോക്കുകയാണ്. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ ചുവപ്പ് കളറാന്നൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടമായി നോക്കിയിട്ടോ. അപ്പം ഇന്ന് നമുക്ക് സ്പെഷ്യല് ചിക്കൻ ബിരിയാണിയാണ് ഫുഡ്. എൻ്റെ ഫേവറേറ്റ് ഭക്ഷണമാണ് കേട്ടോ ബിരിയാണി. ചിക്കൻ ബിരിയാണിയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഞാൻ കൂടുതലും ചിക്കൻ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്ന കുക്കിംഗ് വീഡിയോസ് വന്നിട്ടില്ല, പെരുന്നാളല്ലേ. അപ്പോൾ എല്ലാവരും പെരുന്നാളിന് ഹാപ്പി ആയിരിക്കുന്നോ? പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ പെരുന്നാൾക്ക് ടൂറൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മച്ചീൻ്റെ സന്തോഷം കൂടി കണ്ട് എന്ത് കിട്ടിയാലും പറയും എനിക്കൊന്നും കിട്ടിയില്ല, എനിക്കില്ല. ഇതാണ് അവസ്ഥ. പിന്നെ ഒന്ന് കിട്ടിയാൽ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ കുറേ ദിവസത്തേക്ക്. അതെങ്ങനെ ഇട്ടും പിന്നെ വേറെ മേടിച്ച് കാണേയില്ല. പിന്നെ അത് എവിടെയെങ്കിലൊക്കെ എല്ലാം സഞ്ചിയിലാക്കി വെച്ചിട്ടുണ്ടോ. പിന്നെ അത് ഇടന്നെ ഇല്ല കേട്ടാ. അപ്പോൾ അതിന് പരിപാടിയാണ് അങ്ങനെ. അപ്പോൾ പെരുന്നാൾക്ക് അടിച്ച് പൊളിക്കാൻ നല്ല കാലാവസ്ഥയാണല്ലേ, നല്ല വെയിൽ. അപ്പോൾ ടൂറ് പോകേണ്ട മക്കളൊക്കെ ടൂറ് പോയിക്കോളി, നല്ല അടിപൊളി വെയിലാണ്. മഴക്കാലം പോയോ ആവോ? കാലാവസ്ഥ കണ്ടിട്ട് മഴക്കാലമൊക്കെ പോയി തോന്നണു. ഇടവുമില്ല പാതിയില്ല. ഇനിയിപ്പോൾ മിഥുനം എന്താണാവോ? കാലത്തിൻ്റെ ഒരു പോക്കേ. കാലാവസ്ഥയും മാറി, മനുഷ്യരും മാറി. അയാളെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ പരസ്യം പോലെ കാലം മാറി കഥ മാറി എന്ന പോലെ അല്ലേ. പെയിൻറ്റിൻ്റെ പരസ്യം പോലെ ഇപ്പോഴത്തെ കാലാവസ്ഥ. നല്ല അടിപൊളി കാലാവസ്ഥ മക്കളെ. നമുക്ക് എങ്ങോട്ടേലൊക്കെ പോകണമെന്നുണ്ട്. ആഗ്രഹമൊന്നും ഇപ്പോൾ സാധിക്കൂല. നമ്മളിവിടെ എവിടെയെങ്കിലും നല്ല നാട്ടിൻ പ്രദേശം ഉണ്ടോ പോകാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ ആരൊക്കെ ടൂറ് പോയി മക്കളെ? അപ്പോൾ ടൂറ് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ മലപ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ തിരക്കൊക്കെ കഴിയട്ടെ, എന്നിട്ട് ടൂറ് പോകണം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? പെരുന്നാളൊക്കെ ഹാപ്പി ആയിരുന്നോ? അടിച്ചു പൊളിച്ചോ എല്ലാവരും? അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കലൂടെ ഉണ്ട് ഈ അടുക്കളയിൽ. നമ്മളിങ്ങനെ അടുക്കളയിൽ അടിച്ചു പൊളിക്കണം, നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് ഞാൻ എന്നിട്ട് പിന്നെ പെട്ടെന്ന് എണീറ്റു. വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്ന്. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഡൗൺലോഡാക്കി കഴിഞ്ഞാൽ രാത്രി 10 മണിയാവും കേട്ടോ. ഇപ്പോൾ തന്നെ 5 മണിയായി. ഒരു 3 മണിക്ക് കലപരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 10 മണി നമ്മൾക്ക് വീഡിയോ അപ്ലോഡ് ആവുള്ളൂ. നെറ്റ് വളരെ സ്ലോ ആണ്, ഡൗൺലോഡ് ആവണില്ല. അതിൽ 10 13 മിനിറ്റ് ആയാൽ പിന്നെ പറയും വേണ്ട. ഇന്നലെ വീഡിയോയുടെ ലെങ്ത്ത് നോക്കിയില്ല. അപ്പോൾ 2 തവണ വീഡിയോ യോജിപ്പിച്ചാണ്ട് ഉള്ള ഒരു വീഡിയോ അല്ലായിരുന്നോ. അപ്പോൾ വീഡിയോക്ക് ലെങ്ത്ത് കൂടി. അപ്പോൾ വീഡിയോ അതാണ് 6 മണിക്കൂറായി ഡൗൺലോഡ് ആവാൻ കേട്ടോ. 11 മണിക്കാണ് ഡൗൺലോഡ് ആയത്. 4 മണിക്ക് ഞാൻ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ വീഡിയോ വൈകിയോണ്ട് വ്യൂസ് കുറഞ്ഞു. വ്യൂസൊന്നും കാണാനില്ല. പിന്നെ പെരുന്നാളിന് എല്ലാവരും പെരുന്നാൾ തിരക്കിലാവല്ലേ, വീഡിയോ കാണാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ഞാനും ആരുടെയും വീഡിയോ കണ്ടില്ല കേട്ടോ. നമ്മൾ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മളെ ഫ്രണ്ടുകൾ. അപ്പോൾ അവരൊന്നും വീഡിയോ ഒക്കെ കാണാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കണം. അപ്പോൾ രാവിലെയൊക്കെ പെരുന്നാളിൻ്റെ ഒരു ഫുഡിൻ്റെ വർക്കിലായിരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ഫേവറേറ്റ് ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി തന്നെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നോ? അപ്പോൾ വീഡിയോക്ക് കമൻ്റ് ഇടുമ്പോൾ ആരാ എന്നൊക്കെ പറയണം കേട്ടോ. എനിക്ക് പേര് മാത്രമേ വീഡിയോ കമൻറ്റിൽ കാണാൻ കഴിയുള്ളൂ. അപ്പം കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റിന് താഴെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റിന് താഴെ റഫീന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ റഫീന എന്ന് പേര് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് എൻ്റെ മൂന്നാമത്തെ അമ്മാൻ്റെ മോളേനെയാണ് കേട്ടോ. അവൾക്കാണ് റഫീന എന്ന് പേരുള്ളത്. ഞങ്ങളുടെ കുടുംബത്തിൽ അവൾക്ക് മാത്രമേ പേരുള്ളൂ. പിന്നെ എനിക്ക് റഫീന എന്ന് പറഞ്ഞ ഫ്രണ്ടൊന്നുമില്ല. അപ്പോൾ സുഹറ അമ്മായി എന്ന് കമൻ്റൊക്കെ കണ്ടു. അപ്പോൾ അമ്മാൻ്റെ മോളാന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ തിരിച്ച് കമൻറ്റ് കൊടുത്തിട്ടുണ്ട്, റിപ്ലൈ വന്നിട്ടില്ല. നീയാണോ റഫിയാണോ വീഡിയോ കാണുന്നത്? കാണെങ്കിൽ പറയണം കേട്ടോ. എനിക്കറിയാൻ പറ്റില്ല. നിങ്ങൾ കമൻറ്റ് ഇടണമെങ്കിൽ കമൻറ്റ് വായിക്കാനല്ല അറിയുള്ളൂ. നിങ്ങൾ ആരൊക്കെ വീഡിയോ കാണുന്നത് എനിക്കറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ പറയണം കേട്ടോ. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ എനിക്കത് സന്തോഷമാണ്. പിന്നെ എൻ്റെ കയ്യിൽ നമ്പറും കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ പൻ്റെ അടുത്തുള്ള നമ്പർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് വിളിക്കുക. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് കണ്ട് പുതിയതായിട്ട് വന്ന കൂട്ടുകാരോട് വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ബെല്ലൈക്കൺ ഒന്ന് അമർത്താൻ പറയണേ. ചെറിയൊരു കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്കത് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ മറക്കാതെ ചെയ്യണം കേട്ടോ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്ക് നാട്ടിലൊന്നും പോകാനില്ല. ഞാൻ നാട്ടിലിപ്പോൾ അടുത്ത് പോയി വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പെരുന്നാളിന് നാട്ടിലൊന്നും പോകണം. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നിങ്ങളെല്ലാവരും വിരുന്ന് പോയോ? എല്ലായിടത്തും പോയോ? ഉമ്മാൻ്റെ വീട്ടിലേക്കും ഉപ്പാൻ്റെ വീട്ടിലേക്കൊന്നും എനിക്ക് പോകാനില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ അടുത്ത് അമ്മാൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയി വന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോകണില്ല. പിന്നെ ഇപ്പോൾ ടൂറ് പോകണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒത്തിരി കാശൊക്കെ വേണം, വണ്ടിക്കൂലി വേണം. ബസ്സിനൊന്നും ടൂറ് പോകാൻ പറ്റില്ലല്ലോ. വണ്ടി കുളിച്ചിട്ട് വേണ്ട പോകാൻ. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ കഴിയട്ടെ, ഒരു യാത്രയൊക്കെ പോകണം. എന്തായാലും ഒരു ഫ്രീഡം വേണം. യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ അടുത്തൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. ഈ മലപ്പുറത്ത് കുറേ ടൂർ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങണം. അപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കൊന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് ടൂറൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ചിട്ട് വരൂ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതിന് നിങ്ങളവിടെ എന്താ പറയുക, തേരട്ട അല്ലേ? അപ്പോൾ അതിനെ കണ്ടിട്ടോ, അത് ഞാൻ ഇപ്പോൾ കാണിച്ചത്. മഴ പെയ്താൽ ഇവരൊക്കെ ഇങ്ങനെ വരും. വേറെ എന്തൊക്കെയുണ്ട്? ഫുഡൊക്കെ കഴിച്ച് വിരുന്നേരൊക്കെ വന്ന് നമുക്ക് പിന്നെ സഹോദരിമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ആവക പരിപാടികളൊന്നും ഇല്ല കേട്ടോ. നാത്തൂന് വരാനും സഹോദരിമാർ വരാനില്ല. നാത്തൂനൊക്കെ ഉള്ളത് അവിടെയാണ്, നാട്ടിലാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ലോങ് എവിടേക്കാണ്.
അപ്പോൾ ഉമ്മയുടെ ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്ന കാലത്ത് അവിടെ ഞാൻ പോവാറുണ്ടായിരുന്നു. ഉമ്മയുടെ ജ്യേഷ്ഠത്തി മരണപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആകെ ഒന്ന് പെട്ടെന്ന് ഓടിപ്പോയിരുന്നത് അങ്ങോട്ടാണ്. പിന്നെ ഉമ്മയുടെ അനിയത്തിയിലെത്തൊന്ന് പോവും. പിന്നെ മെല്ലെ അവർക്കൊക്കെ എന്നെ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, പൈസ ഉണ്ടെങ്കിൽ പൈസ ഉള്ളവരുടെ കൂടെ ആളുണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ നമ്മളുടെ അടുത്തൊന്നും ഇല്ല. അപ്പോൾ ഒരു യാത്ര പോയപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. എല്ലാവരും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പച്ചപ്പൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് പ്രകൃതി ഭംഗി കാണുന്നതാണ്. അപ്പോൾ ഈ പ്രകൃതി ഭംഗി കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങി എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. വേറെ എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ല നല്ല വീഡിയോ, നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ ഇട്ട് ഞാൻ തിരിച്ചു വരാം മക്കളെ. അപ്പോൾ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും.